ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ചത്ത പച്ച എന്ന സിനിമ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒട്ടിട്ട് റിലീസ് ചെയ്യുകയാണ്. ഈ മാസം ഫെബ്രുവരി 19 ഏകദേശം ഒരു 5ഓളം ഭാഷയിലൂടെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ സിനിമ റിലീസ് ചെയ്യുകയായിരിക്കും. അപ്പോൾ സിനിമയുടെ റിവ്യൂ എൻ്റെ ചാനലിൽ ഇട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയുടെ ഒട്ടിട്ട് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ നീമ്പോളി ചിത്രത്തിൻ്റെ ടൈറ്റിലും ട്രെയിലറും ഈ വരുന്ന 17 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓഡിയോ ലോഞ്ചിൽ നമ്മുടെ ലാലേട്ടനും പ്രിയദർശനും ഗസ്റ്റായിട്ട് വരുന്നതായിരിക്കും. സിനിമയുടെ ഈ കാണുന്ന ഒരു പോസ്റ്റർ വിട്ടിട്ടാണ് അവർ ഈ വാർത്തകൾ നമ്മളെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത്. റോസ്ലിംഗ് എന്ന സീരീസാണ് ഇനി നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ വരാൻ പോകുന്നത്. സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ ട്രെയിലറിനൊപ്പം തന്നെ പറയുന്നുണ്ട് സിനിമ ഈ മാസം ഫെബ്രുവരി 27 OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സിനിമയുടെ OTT റിലീസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് 10 വർഷത്തിന് ശേഷം നമ്മുടെ മഞ്ജു വാര്യറും കുഞ്ചാക്കോ ബോബനും അങ്ങനെ ഒന്നിച്ച് അഭിനയിക്കുകയാണ്. സിനിമയുടെ പേര് നേരെ ചൊവ്വ. അപ്പോൾ ഒരു ചൊവ്വ, അതായത് പേര് പറയുന്ന പോലെ തന്നെ ഒരു സൈഫൈ പടം തന്നെയാണ്. ഒരു കോമഡി സൈഫൈ മൂഡ് തന്നെ ആയിരിക്കും സിനിമയിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയുടെ മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആശകളായിരം എന്ന സിനിമ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹിറ്റായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കാളിദാസ് ജയറാം അഭിനയിക്കുന്ന അടുത്ത സിനിമയാണ് മെനി മെനി ഹാപ്പി റിട്ടേൺ. അപ്പോൾ ഈ കാണുന്ന പോസ്റ്ററാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നമ്മുടെ നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഈ കാണുന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്ലിംസും വന്നിട്ടുണ്ട്. അതായത് സെൽഫ് ലവ് ഈസ് ദ ബെസ്റ്റ് ലവ് എന്നൊരു ടൈറ്റിൽ ടാഗോടെയാണ് സിനിമ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ നസ്ലിനാണ് മെയിൻ ക്യാരക്ടറായിട്ട് സിനിമയിൽ വരുന്നത്. ഈ വരുന്ന മെയ് 14 സിനിമ റിലീസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കാട്ടാളൻ്റെ ഒപ്പം ഒരു ക്ലാഷ് റിലീസാണ്. എന്തായാലും സിനിമ ഒരു ഓസ്കാറിന് വേണ്ടി കൊതിക്കുന്ന ഒരു സയൻസ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു കഥയായിട്ടാണ് സിനിമയുടെ ഗ്ലിംസിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും സിനിമയുടെ മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രകമ്പനം എന്ന സിനിമയുടെ സക്സസ് മീറ്റിൽ നമ്മുടെ കാർത്തിക് സുബരാജ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മഹാൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് എന്തായാലും ഒരു 2027-2028 വർഷത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കമൽഹാസൻ്റെ രാജ് കമൽ ഫിലിം പ്രൊഡക്ഷനിൽ നിന്ന് അടുത്തൊരു സിനിമ അങ്ങനെ വരികയാണ്. ആ സിനിമയുടെ അപ്ഡേറ്റ് ഇന്നേ ദിവസം 6/1 വൈകിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഏത് സിനിമയാണെന്ന് മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെക്കാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.